بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم رب تمم بالخير والسعادة. ബഹുമാനപ്പെട്ട വേദശേഷ മഹാസത്യപാതാരം അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാ സഹീഹുൽ ബുഖാരി എന്ന നമ്മുടെ ക്ലാസ്സിൻ്റെ 23ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നാം നടത്തുന്നത്. ഇമാം ബുഖാരിയുടെ റളിയല്ലാഹു അൻഹു സ്വഹീഹ്, ആ സ്വഹീഹിൻ്റെ മദ്ഹുകളാണ്, പ്രത്യേകതകളാണ് നാം ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് സൂചിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ശുറൂഹുകൾ മഹാന്മാർ അതിന് എത്രത്തോളം വിശകലനങ്ങൾ ചെയ്തു, വലിയ വലിയ മഹത്തുക്കൾ അത് വിശദീകരിച്ചു. അങ്ങനെ ഓരോരോ വിഷയത്തിനും മതിപ്പുണ്ടാവൽ, അതുമായി ശുഗലാകുന്ന ആളുകളെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ഇന്ന് നാം ഈ വർത്തമാനകാലത്ത് ഏതെങ്കിലും ഒരാൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്താൽ അത് കൂടുതൽ ആളായി കേട്ടാൽ അത് വൈറലായി എന്ന് പറയും, പിന്നെ അത് വൃത്തം വിടും. എന്ന മാതിരി തന്നെയാണല്ലോ പഴയ കാലത്തും ലോകത്ത് അള്ളാഹുവിൻ്റെ അടിമകൾ എഴുതിയ കിതാബുകളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധിയാർജിച്ചത് മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാവർക്കും അറിയുന്നൊരു കിതാബുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിൻ്റെ സ്വഹീഹാണ്. അതിലേക്ക് ധാരാളം ഇമാമിയങ്ങൾ ആയിരക്കണക്കിന് ശുറൂഹുകൾ എഴുതിയിട്ടുണ്ട്. അറബിയിൽ തന്നെ ധാരാളമുണ്ട്, മറ്റു ഓരോരോ ഭാഷയിലും ധാരാളം വിശകലനങ്ങളുണ്ട്. അതിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതിനെയാണ് നാം പരിചയപ്പെടുത്തുന്നത്. അതിൽ നിന്ന് മൂന്നാമത്തതാണ് ബഹുമാനപ്പെട്ട അശ്ശൈഖ് ശിഹാബുദ്ദീൻ അഹ്മദ് ഇബ്നു മുഹമ്മദ് അൽ ഖതീബുൽ ഖസ്സലാനിയു എന്നവർക്കുള്ള ഇമാം ഖസ്സലാനി അവരുടെ ഇർഷാദുസ്സാരി ഇലാ ശറഹി സ്വഹീഹിൽ ബുഖാരി എന്ന് പറയുന്ന ഇതിൻ്റെ പേര് ഇർഷാദുസ്സാരി ഇലാ ശറഹി സ്വഹീഹിൽ ബുഖാരി. ഇതാണ് അത്. അതിലേക്ക് സാധാരണഗതിയിൽ ഇർഷാദുസ്സാരി എന്നല്ല പറയൽ, ഖസ്സലാനി എന്ന് തന്നെയാണ്. ഇമാം ശിഹാബുദ്ദീൻ അഹ്മദ് എന്നവരെ സംബന്ധിച്ച് ഖസ്സലാനി എന്ന് പറയുന്നത് പോലെ അവരുടെ കിതാബിനെ പറ്റിയും ഖസ്സലാനി എന്ന് പറയും. അവിടെ ഖസ്സലാനി എന്നാണോ ലാമിന് ശ്രദ്ധുണ്ടോ ഇല്ലേ? ഇമാമിങ്ങൾക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ഖസ്സലാൻ എന്നാണ് എന്നും അതല്ല ഖസ്സലാൻ എന്നാണ് പറയല് എന്നും രണ്ട് അഭിപ്രായമുണ്ട്. എങ്ങനെയും പറയാം. ഈ ഖസ്സലാൻ എന്ന് പറഞ്ഞാൽ എന്താണത്? അതൊരു നാടാണോ? ഷാമിൽ അങ്ങനെയുള്ളൊരു നാടറിയപ്പെട്ടതില്ല. പിന്നെ ചില മഹാന്മാർ പറയുന്നത് കസ്തലീന എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ഒരു നാടുണ്ട്. ആ നാടിലേക്ക് നിസ്ബ ചെയ്തപ്പോഴാണ് ഖസ്സലാനി എന്നോ ആയത് എന്ന് പറയുന്നവരുണ്ട്. അതല്ല, മഹാനായ നമ്മുടെ ഈ ഇമാം അതുപോലെ വേറെ പല ഇമാമിങ്ങളും ആഫ്രിക്കയിലെ കസ്തലീനയിൽ നിന്ന് കൊണ്ടുവരുന്ന
ഡ്രസ്സ് ധാരാളം ധരിക്കുന്നവരായത് കൊണ്ടാണ് അതിലേക്ക് നിസ്ബ കൊണ്ട് കസ്തല്ലാനി എന്നെല്ലാം പറയുന്നത് എന്നും മഹാന്മാർക്ക് അഭിപ്രായമുണ്ട്. മഹാനായ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് എന്നവർ ജനിക്കുന്നത് ദുൽഖഅദ 21 ഹിജ്റ 851 അവരുടെ വഫാത്ത് മുഹറം 1 923 തുടക്കത്തിൽ ഏകദേശം 71 വയസ്സ് അവർക്ക് പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനാണ്. ധാരാളം ഇൽമുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അവർക്ക് ധാരാളം കിതാബുകളുണ്ട്. അവർ ആദ്യമായി പരിശുദ്ധ ഖുർആൻ്റെ ഖിറാഅത്തുമായുള്ള അറിവുകളും അതിൻ്റെ വശങ്ങളുമായിരുന്നു അവർ ശേഖരിച്ചിരുന്നത്. പിന്നീട് അവസാന കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ആശിഖായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖസായിസ് പറയുന്ന മവാഹിബുൽ ലദുന്നിയ അവരുടേതാ കിതാബാണ്. മഹാനവർകൾ വലിയ വാഇളായിരുന്നു. അവരുടെ അതുപോലെ ജനങ്ങളെ ആകർഷിക്കുന്ന വരികളെ കൊണ്ടുള്ള ബെയ്ത്തുകളും അതോടുകൂടെ വാക്കുകളെ ജനങ്ങളെ ആകർഷിക്കുന്ന, ജനങ്ങളെ കരയിപ്പിക്കുന്ന, ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന, ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന വാഇൽ, അവർക്ക് വാഇലിൻ്റെ വിഷയത്തിൽ നളീറില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. വലിയ വാഇലായിരുന്നു. മഹാനവർകൾ കൈറോയിൽ ആയിരുന്നു കാര്യമായി താമസിച്ചിരുന്നത്. അവിടെയെല്ലാം കസ്തല്ലാനിൻ്റെ വയലുണ്ട് എന്ന് പറഞ്ഞാൽ വലിയവരും കുട്ടികളും പണ്ഡിതന്മാരും പാമരന്മാരും സദസ്സ് നിറയൽ പതിവാണ്. എന്തെങ്കിലും പഠിക്കാനുണ്ടാവുകയും ചെയ്യും. കേൾക്കാനാണെങ്കിലോ കാതുകളിലേക്ക് മനസ്സുകളിലേക്ക് ആയിന്നിറങ്ങുന്ന പ്രയോഗങ്ങളായിരിക്കും അവരുടേത്. നളീറില്ലാത്ത വയലായിരുന്നു. അവർക്ക് ഏകദേശം 10ൽ കൂടുതൽ കിതാബുണ്ട്. അതിൽപ്പെട്ടൊരു കിതാബാണ് അൽ-ലുഖൂദുസ്സനിയ ഫീ ശർഹി മുഖദ്ദിമത്തിൽ ജസരിയ 1. 2 അൽ-കൻസു ഫീ വഖഫി ഹംസ വ ഹിസാമിൻ അലൽ ഹംസി, ഖിറാഅത്തുമായി ബന്ധപ്പെട്ട കിതാബാണത്. 3 ശർഹു ശാത്വബിയ്യ. 4 അൽ-അൻവാറുൽ മുളിയ ഫീ ശർഹിൽ ബുർദ. 5 നഫായിസുൽ അഫ്ഖാസ് ഫി റൗളത്തി വൽ ലിബാസ്. 6 അർ-റൗളുൽ സാഹിർ ഫീ മനാഖിബി ശൈഖ് അബ്ദുൽ ഖാഹിർ. 7 തുഹ്ഫത്തുസ് സാമിഅ വൽ ഖാരി ബി ഖത്മി സ്വഹീഹിൽ ബുഖാരി. 8 അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ, മശൂറ കിതാബാണ്. 9 ഇർഷാദുസ് സാരി ബിശർഹി സ്വഹീഹിൽ ബുഖാരി. 10 ലതായിഫുൽ ഇർഷാദാത്ത് ഫി ഇൽമിൽ ഖിറാഅത്ത്. ഇതെല്ലാത്തെയും ധാരാളം കിതാബുകൾ മഹാനവറുകൾക്കുണ്ട്. മഹാനവറുകൾ ധാരാളം കിതാബുകളെ മനഃപ്പാഠമാക്കിയവരാണ്. അവരുടെ ഈ കിതാബ് ഇർഷാദുസ്സാരി ഇലാ ശർഹി സ്വഹീഹിൽ ബുഖാരി എന്നത് വഹുവ ഫിൽ ഹഖീഖത്തി തൽഖീസു ശർഹൈനിൽ മദ്കൂറൈൻ അൽ ഫത്ഹി വൽ ഉംദ. ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞതായ ഫത്തുൽ ബാരിയെയും ഉംദത്തുൽ ഖാരിയുടെയും 2 ശർഹിനെയും ഒന്ന് ചുരുക്കിയതാണ് യഥാർത്ഥത്തിൽ അത്. അതവരുടെ കിതാബിൻ്റെ തുടക്കത്തെ അവർ സൂചിപ്പിക്കുന്നുമുണ്ട്. അതുമാത്രവുമല്ല, ബറകർമാനിൻ്റെ കിതാബുകൾ പലതിനു മുമ്പുണ്ടായിരുന്ന പല ശർഹുകളും മഹാനവറുകൾ നോക്കിയിട്ടുണ്ട്. അവർ പാരമ്പര്യമായി തന്നെ കൈറോയിൽ താമസിച്ചവരും ഷാഫിഈ മദ്ഹബുകാരനുമാണ്. ധാരാളം കിതാബുകളെ മനഃപ്പാഠമാക്കി. ഹാഫിദുസ് സഖാവി, ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുരുക്കന്മാരാണ്. ബുഖാരി ആദ്യമായി ഓതി അന്നത്തെ ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതനായ ഷഹാബി എന്നവരുടെ വക്കൽ നിന്നാണ് ഖുർആൻ ബുഖാരി അവർ മനഃപ്പാഠമാക്കാൻ വേണ്ടിയുള്ള ഓതുന്നത്.
ധാരാളം പ്രാവശ്യം ഹജ്ജിനും പോവുകയും 2 പ്രാവശ്യം മക്കത്ത് താമസമാക്കുകയും ചെയ്തിട്ടുണ്ട്. വജാവറ മക്ക മറത്തൈൻ വലം യകുൻ ലഹു ഫിൽ വഅദി നദീറുൻ. മഹാനവർകളുടെ വഫാത്ത്, ആ വഫാത്ത് മഹാനവർകൾ അവരുടെ 71-ാമത്തെ വയസ്സിൽ മക്കത്തുണ്ടായിരുന്ന മഹാനവർകളുടെ ഏറ്റവും വലിയ ഒരു കൂട്ടുകാരനാണ് ഇബ്രാഹിം ഇബ്നു അത്താഇല്ലാ അൽ മക്കി എന്ന് പറയുന്ന മഹാൻ. അവരെ തല വെട്ടി എന്നുള്ള വിവരം കിട്ടിയപ്പോൾ മഹാനവറുകൾക്ക് വല്ലാതെ വിഷമം വന്നു. ആ വിഷമത്തോടു കൂടെ വാഹനപ്പുറത്ത് ദാബത്ത്, മൃഗത്തിൻ്റെ മൃഗമാണ് വാഹനം, അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ മൃഗത്തിൻ്റെ പുറത്തിൽ നിന്ന് വീഴുകയും ഒരു ഭാഗം കുഴഞ്ഞു പോവുകയും വാദം കൊണ്ട് എന്ന് ചില കിതാബുകളിൽ കാണാം, വാദം പിടിച്ചാണ് അങ്ങനെ കുഴഞ്ഞതാണ്. വീണതിൻ്റെ ശേഷം കുഴഞ്ഞു. അങ്ങനെ കുറച്ച് സമയക്കാലം കഴിഞ്ഞതിൻ്റെ ശേഷം മഹാനവർകൾ ആ വീഴ്ചയിൽ ബോധം കെട്ട് ശരീരം കുഴഞ്ഞു അങ്ങനെ മരണപ്പെടുകയാണുണ്ടായത്. മഹാനായ ഇമാം ഖസ്തലാനി അവരുടെ മവാഹിബുൽ ലദുനിയ്യ എന്ന ലോകപ്രശസ്തമായ കിതാബ് രചിച്ചു. ആ കിതാബ് രചിക്കുന്നത് അതിൻ്റെ തസ്വീദ് 1-ാം ഘട്ടം പൂർത്തിയാകുന്നത് 898-ലാണ്. അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി എഡിറ്റിംഗ് പൂർത്തിയായി പുറത്തിറങ്ങുന്നത്, തബീൽ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് 899-ലാണ്. ഏകദേശം ഒരു 10 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം. അത് ഇർഷാദു സാരി ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പാണ്. ആ മവാഹിബുൽ ലദുനിയ്യ ഫിൽ മിനഹിൽ മുഹമ്മദിയ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖസായിസുകൾ പറയുന്ന കിതാബ്, ആ കിതാബുകളിൽ ധാരാളം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ജലാലുദ്ദീൻ സുയൂത്തിയും ഖസ്തലാനിയും 2 വയസ്സിന് മൂത്തത് സുയൂത്തി ഇമാമാണ്. സുയൂത്തി ഇമാം 849-ലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഖസ്തലാനി ജനിക്കുന്നത് 851, 2 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അവർ 2 വയസ്സിന് മൂത്തതാണ് ജലാലുദ്ദീൻ സുയൂത്തി. 2 കൂട്ടുകാരാണ്, 2 ഷാഫി മദ്ഹബുകാരുമാണ്, 2 ക്ലാസ്മേറ്റുമാണ്. ബഹുമാനപ്പെട്ട സഖീൽ അൻസാരിൻ്റെ അടുത്ത് ഓതിയവരാണ് 2. അങ്ങനെ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖസായിസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എണ്ണി പറയുന്ന ബൃഹത്തായ കിതാബാണ്. അതിൽ ധാരാളം ഖസായിസുകൾ പറഞ്ഞിട്ടുണ്ട്. സുയൂത്തി ഇമാം ആ ഖസായിസിൽ പറയുന്നുണ്ട്, ലോകത്ത് ഇന്ന് വരെ ഒരാളും ജമ് ചെയ്യാത്ത അത്രയും ഖസായിസുകൾ ഞാനതിൽ കണ്ടെത്തിയിട്ടുണ്ട്, ഞാനതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ജലാലുദ്ദീൻ സുയൂത്തി ഇമാമിൻ്റെ ഖസായിസുകൾ അതിൽ നിന്ന് കുറേ നോക്കി ബഹുമാനപ്പെട്ട ഖസ്തലാനി ഇമാം മവാഹിബുൽ ലദുനിയ്യയിൽ കുറേ അതിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സുയൂത്തി ഇമാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഒരൊറ്റൊന്ന് പോലും ജലാലുദ്ദീൻ സുയൂത്തിയുടെ കിതാബിൽ നിന്ന് നഖലാണ് എന്ന് വരുത്താതെയാണ് ജലാലുദ്ദീൻ സുയൂത്തി ഇന്ന സ്ഥലത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത്. ഉദാഹരണം ബയ്യഖി ഇമാമിൽ നിന്നാണ് കാലഹുൽ ബയ്യഖിയോ എന്ന് പറഞ്ഞാൽ അതേ പ്രയോഗം പ്രയോഗിക്കും. ആ ഇബാറത്ത് അതേമാതിരി പറയുക എന്നല്ലാതെ ഞാനിത് നഖൽ ചെയ്യുന്നത് ജലാലുദ്ദീൻ സുയൂത്തിയിൽ നിന്നാണ് എന്ന് അതിൽ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്താദായ സഖറിയ അൻസാരിൻ്റെ അടുക്കലേക്ക് ചെന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു മഹാനിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാം തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തതുപോലെ അവരവർക്ക് നല്ലൊരു പേരും പെരുമയും ഇസ്ലാമിൻ്റെ പേരുള്ള പേരും പെരുമയും ആഗ്രഹിക്കേണ്ടതാണ്. അത് നല്ലതാണ്. ഒരാളൊരു കിതാബ് എഴുതി അതിൽ നിന്നൊരു ഉദ്ധരണി ഉദ്ധരിക്കുമ്പോൾ അത് ഇന്നതിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് എന്ന് പറയാതെ സാഹിത്യ മോഷണം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സൈസ് കള്ളത്തരം തന്നെയാണ്.
അതുകൊണ്ട് എൻ്റെ പേര് എൻ്റെ കിതാബ് നോക്കി എഴുതുന്നത്, എൻ്റെ പേര് പറയാതെ പറയുന്നത്, എൻ്റെ കിതാബിൻ്റെ പേര് പറയാതെ പറയുന്നത് ഉചിതമല്ല. അത് എന്നോടുള്ള വെറുപ്പ് കൊണ്ടായേക്കാം. അങ്ങനെ വെറുപ്പുള്ളത് എൻ്റെ കിതാബ് നോക്കേണ്ടതില്ല എന്ന വാദവുമായി ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി സക്കരിയ അൽ അൻസാരി തങ്ങളോട് പോയിട്ട് വിഷയങ്ങൾ പറഞ്ഞു. ഖസ്തല്ലാനി കിതാബ് എഴുതിയിട്ടുണ്ട്, അൽ മവാഹിബുൽ ലദുന്നിയ, വേറെ കിതാബുകളുമുണ്ട്. എൻ്റെ കിതാബിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. പക്ഷേ എൻ്റെ കിതാബിൻ്റെ പേര് അതിൽ ഉദ്ധരിക്കുന്നില്ല, എൻ്റെ പേര് അതിൽ ഉദ്ധരിക്കുന്നില്ല. അതാണ് മഹാനവരുടെ പ്രധാന പോയിന്റ്. എന്താ എൻ്റെ പേരെന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സക്കറിയ അൻസാരി ഖസ്തല്ലാനിയെ വിളിച്ചു, കാര്യങ്ങൾ ആരാഞ്ഞു. ഖസ്തല്ലാനി പറഞ്ഞു, ഞാനതിൽ പറഞ്ഞതെല്ലാം അനിൽ ബയ്യക്കിയെ തൊട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ സക്കറിയ അൽ അൻസാരി പറഞ്ഞു സുയൂത്തി ഇമാമിനോട്, നിങ്ങളുടെ വാദം ബയ്യക്കി ഇമാമിൽ നിന്ന് നക്കൽ ചെയ്തതല്ല, അത് നിങ്ങളുടെ കിതാബ് നോക്കി കോപ്പി അടിച്ചതാണ്. അതിനിക്ക് നിങ്ങൾക്കെന്താ തെളിവുള്ളത് എന്ന് ചോദിച്ചു. നിങ്ങൾ എനിക്ക് തെളിവ് രേഖപ്പെടുത്തിക്കൊണ്ടുവരണം. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയോ അതേ സ്ഥലത്ത് നിന്ന് തന്നെ എന്താ ഖസ്തല്ലാനിക്കും കിട്ടിക്കൂടെ? പ്രസക്തമായ ചോദ്യമാണ്. ആ സമയത്ത് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറഞ്ഞു, എന്നാൽ കുറേ സ്ഥലം ഉദ്ധരിച്ചു. മവാഹിബുൽ ലദുന്നിയയിൽ ബയ്യക്കി ഇമാമിനെ തൊട്ടുദ്ധരിച്ച ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ബഹുമാനപ്പെട്ട ബയ്യക്കി ഇമാമിനിക്ക് ധാരാളം കിതാബുകളുണ്ട്. ഈ ഉദ്ധരണി ബയ്യക്കിയുടെ ഏത് കിതാബിലാണെന്ന് ഇയാൾ പറയട്ടെ. ഇത് പറഞ്ഞ സമയത്ത് ഖസ്തല്ലാനിക്ക് മറുപടിയില്ല. സംഭവം ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറഞ്ഞു തന്നെയായിരുന്നു, മറുപടിയില്ല. സുയൂത്തി ഇമാം പറഞ്ഞു, വകാലൽ വാജിബു അലൈഹി അയ്യഖൂല നഖല സുയൂത്തി അനിൽ ബയ്യഖി എന്നാണ് പറയേണ്ടത്. ബയ്യഖി ഇമാമിനെ തൊട്ട് സുയൂത്തി നക്കൽ ചെയ്തിട്ടുണ്ടെന്ന് പറയട്ടെ. അങ്ങനെയല്ലാതെ ബയ്യഖി ഇമാമിൻ്റെ കിതാബിൽ ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞത് ഇയാൾ കാണാതെ എങ്ങനെ ബയ്യഖിനെ തൊട്ട് നക്കൽ ചെയ്യുക? അത് കള്ളത്തരല്ലേ? മഹാനായ ഖസ്തല്ലാനിക്ക് മറുപടിയുണ്ട്, പക്ഷെ അത് ഉസ്താദിനോട് പറയാൻ മടിച്ചു. എന്താണ്? ഒരു വിശ്വസ്തനായ ഒരാൾ, സുയൂത്തി ഇമാം വിശ്വസ്തനാണ്, വിശ്വസ്തനായ ഒരാൾ ബയ്യഖിയെ തൊട്ട് നക്കൽ ചെയ്താൽ ബുഖാരിയിലും മറ്റുള്ളതുപോലെ മുഅല്ലഖായി പറയുന്നത് കുഴപ്പമില്ല എന്നുള്ളതല്ലേ? സുയൂത്തി ഇമാം ബയ്യഖിയെ തൊട്ട് നക്കൽ ചെയ്താൽ അത് ഉണ്ടാവുമല്ലോ. ആ ഉറപ്പിൻ്റെ മേൽ പറഞ്ഞതാണ്, തഅലീഖാണ്, മുഅല്ലഖ് ജായിസാണ് എന്നുള്ള ന്യായം അവിടെ ഉണ്ട്. പക്ഷേ ആ ന്യായമൊന്നും നിർത്തില്ല ബയ്യഖി ഇമാം. സുയൂത്തിയും ബയ്യഖി ഈ ഖസ്തല്ലാനി ഇമാം അവിടെ വെച്ച് പിരിയുകയാണ് ചെയ്തത്. പരാജയം സമ്മതിച്ചതുപോലെ, പരാതി സമ്മതിച്ചതുപോലെ സാഹിത്യ മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് വരുത്തുന്ന നിരക്ക് അവിടെ പിരിഞ്ഞു. ഈ സംഭവം ബഹുമാനപ്പെട്ട ഖസ്തല്ലാനി ഇമാമിനിക്ക് വലിയ വേദനയായി, പ്രയാസമായി. മഹാനവർകൾ താമസിച്ചിരുന്നത് കൈറോയിലും. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ കൈറോയുടെയും അലക്സാണ്ട്രിയയുടെയും ഇടയിലുള്ള റൗള എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. ടൂറിസ്റ്റുകൾ സാധാരണയായി പോകുന്ന കടലോര പ്രദേശമാണ്. വലിയ വലിയ ഹോട്ടലുകളെല്ലാമുള്ള റൗള. ആ റൗളയിൽ ഒരു വീട്ടിലായിരുന്നു സുയൂത്തി ഇമാം അവസാനകാലം ഒരാളോടും സമ്പർക്കം പുലർത്താതെ എല്ലാവരുമായുള്ള ബന്ധം വിച്ഛേദിച്ച് വെറും കിതാബ് തസ്നീഫ് ചെയ്യുന്നതിൽ മാത്രം 400 മുതൽ 600ഓളം കിതാബ് സുയൂത്തി ഇമാം എഴുതിയിട്ടുണ്ട്, മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കിതാബ് എഴുതുന്നതിൽ മാത്രം സ്വലായി ജനങ്ങളുമായുള്ള എല്ലാ ബന്ധവും വിട്ട് സുയൂത്തി ഇമാം നിൽക്കുന്ന കാലത്ത് സക്കറിയ അൽ അൻസാരിയുടെ അടുത്തിരുന്ന് പിരിഞ്ഞതിൻ്റെ ശേഷം കൈറോയിൽ നിന്ന് 100ഓളം കിലോമീറ്ററുകൾ ചെരുപ്പില്ലാതെ നടന്ന്
ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമിന്റെ അടുക്കലേക്ക് പോവുകയാണ് കസ്തല്ലാനി. അങ്ങനെ കസ്തല്ലാനി അവിടെ ചെന്നിട്ട് വാതിക്കൽ മുട്ടി. വാതിൽ മുട്ടിയപ്പോൾ ഉള്ളെന്ന് ചോദിച്ചു, മൻ അൻത, ആരാണത്? സുയൂത്തി ഇമാം ചോദിക്കുകയാണ്. ഫഖാല, കസ്തല്ലാനി ഇമാം പറഞ്ഞു, അനൽ കസ്തല്ലാനി ജിഅ്തു ഇലൈക ഹാഫിയൻ മക്സൂഫർ റഅസി ലിയതീബ ഖാതിറുക് അലയ്യ. ഞാൻ നിങ്ങളിലേക്ക് വന്നു ചെരുപ്പിടാതെ, തല തുറന്ന് വെച്ച്, പവറൊന്നുമില്ലാതെ. നിങ്ങൾ എൻ്റെ മേലുണ്ടായ ആ ഒരു പ്രശ്നം, ഒരു വെറുപ്പ്, അത് പോയിത്തരാൻ വേണ്ടി, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നത് അബദ്ധമാണ്. അപ്പോൾ സുയൂത്തി ഇമാം പറഞ്ഞു, ഖദ് തോബ ഖാതിരി അലൈക്, നിങ്ങളെ പേരിൽ എൻ്റെ മനസ്സ് നന്നായി, നിങ്ങളോട് ഒരു പരാതിയും എനിക്കില്ല, വെറുപ്പില്ല, ഞാനെല്ലാം പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. മറ്റൊരു വാർത്ത കാണാൻ, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടിയാണ്, ഞാൻ നിങ്ങളോട് പൊരുത്തപ്പെടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ആളുകൾ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു തന്നു, എനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പുമില്ല എന്നങ്ങനെ തോന്നിയ വിഷയങ്ങൾ അവതരിപ്പിച്ചു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. അങ്ങനെ അന്ന് മൂപ്പര് സുയൂത്തി ഇമാം ഒരാളോടും സംസാരിക്കാത്ത കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ അവിടെ നിർത്തിയില്ല. അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട കസ്തല്ലാനി തിരിച്ചു പോന്നു. അതിൻ്റെ ശേഷമാണ് ജലാലുദ്ദീൻ സുയൂത്തി അവരുടെ ഒരു റിസാലുണ്ട്, അൽ ഫാരിഖു ബൈനൽ മുസന്നിഫി വസ്സാരിഖി എന്ന കിതാബ്. സുയൂത്തി ഇമാമിൻ്റെ കിതാബാണ് അൽ ഫാരിഖു ബൈനൽ മുസന്നിഫി വസ്സാരിഖി. യഥാർത്ഥ ഗ്രന്ഥരചയിതാവിൻ്റെയും സാഹിത്യമോഷണം നടത്തുന്നവൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു റിസാല 60ഓളം പേജുണ്ട്. അത് ഓരോരുത്തരും വായിക്കേണ്ടതാണ്. അതിൽ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് മറ്റൊരാളുടെ സാഹിത്യം നോക്കി എഴുതുമ്പോൾ അതിൻ്റെ മര്യാദകൾ എന്താണ്, അങ്ങനെ അല്ലാതെ എഴുതുമ്പോൾ, സ്വന്തം അഭിപ്രായം എഴുതുമ്പോൾ അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നെല്ലാം വളരെ വിശദമായി ധാരാളം ഉദാഹരണങ്ങൾ എടുത്ത് മഹാനവർ വിശദീകരിക്കുന്ന കിതാബാണ്. അതിലും കസ്തല്ലാനിനെ വ്യക്തിപരമായിട്ട് ഒന്നും പറയുന്നില്ല, ആ അദബാണ് പഠിപ്പിക്കുകയാണ്. എങ്ങനെയായിരിക്കണം യഥാർത്ഥ ഗ്രന്ഥകാരനും മോഷണക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്ത്, സാഹിത്യമോഷ്ടാവും യഥാർത്ഥ ഗ്രന്ഥകർത്താവും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ് കിതാബിൻ്റെ പേര്. ആ കിതാബ് ഞാൻ വായിച്ചു. വളരെ രസമുള്ള അവതരണമാണ്, വളരെ ചിന്താർഹമാണ്, പഠനാർഹമാണ്. ആ കിതാബ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. കസ്തല്ലാനിനെ വ്യക്തിപരമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആ കസ്തല്ലാനിയുടെ ഷറഹാണ് മൂന്നാമത്തെ ഷറഹ്, ലോകപ്രസിദ്ധമായ ബുഖാരി ഷറഹുകളിൽ വെച്ച് വളരെ പ്രസിദ്ധി അറിയിച്ച കിതാബാണ് ഇർഷാദുസ്സാരി എന്ന് പറയുന്ന കിതാബ്. വളരെ നല്ല കിതാബാണ്. ഇമാം കസ്തല്ലാനി ഇർഷാദുസ്സാരി ഉണ്ടാക്കിത്തീരുന്നത് 916 916 ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം വഫാത്തായി 4 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. സുയൂത്തി ഇമാമിൻ്റെ വഫാത്ത് 911 അതിൻ്റെ ശേഷമാണ്, ഏകദേശം 4-5 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കസ്തല്ലാനി ഉണ്ടാക്കി തീർക്കുന്നത്. ആ കസ്തല്ലാനിൻ്റെ തുടക്കത്തിൽ കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. ഞാൻ കുറേ കാലം ബുഖാരിക്ക് ശറഹ് തരാൻ വേണ്ടി ഉദ്ദേശിച്ചു. പലരും എന്നോട് പറഞ്ഞു, എനിക്കതിന് വേണ്ടി ഞാൻ അതിന് യോഗ്യനല്ല എന്ന് മനസ്സിലാക്കി ഞാൻ ചിലപ്പോൾ പിന്നോട്ട് വരും, ചിലപ്പോൾ ഒന്ന് എഴുതി നോക്കുക എന്ന് പറഞ്ഞു. തുടക്കത്തിൽ വരുന്ന പ്രയോഗങ്ങളാണ് ഇതൊക്കെ. ചിലപ്പോൾ ഞാൻ എൻ്റെ കാല് മുന്നോട്ട് വെക്കും, ചിലപ്പോൾ ഞാൻ കാല് പിന്നോട്ട് വെക്കും. ഇത് അനബി മഅ്സിലിൻ അൻ ഹാദൽ മൻസിലി, ഈ സ്ഥാനമാനങ്ങളെ തൊട്ട് ബുഖാരിക്ക് ഒരു ശറഹ് എന്ന് പറയുന്ന സ്ഥാനമാനം തൊട്ട് ഞാൻ എത്രയോ ദൂരത്താ. എന്താണ് ബുഖാരി? ബുഖാരിനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് അവർ ശറഹിന്റെ തുടക്കം മുഖദ്ദിമയിൽ. ലാ സിയമാ വഖദ് ഖീല ഇന്ന അഹദൻ ലം യസ്തസ്ബിഹ് സിറാജഹു വലസ്തൗളഹ മിൻഹാജഹു. ബുഖാരിയെ സഹീഹുൽ ബുഖാരിയെ പറ്റി പറയപ്പെട്ടത് എന്താ? ഒരാളും
നേരം പുലരുന്നത് വരെ ബുഖാരിയുടെ വിളക്കിൻ്റെ അടുത്ത് ഇരുന്നിട്ടില്ല. ബുഖാരിയുടെ സിറാജിനെ, വെളുക്കിനെ സുബൈ വരെ ഒരാളും കത്തിച്ചിട്ടില്ല. ആ വെളുക്കത്ത് ഒരാളും സുബൈ വരെ ഇരുന്നിട്ടില്ല. അതിലേക്കുള്ള വഴികളെ ആരും വേണ്ടതുപോലെ മുഴുവനായി വെട്ടിത്തെളിയിച്ചിട്ടില്ല. ബുഖാരി എന്ന് പറയുന്ന ആ കുതിരയുടെ ഏറ്റവും പ്രയാസം പിടിച്ച പൂഞ്ഞയുടെ ഭാഗത്ത് ഒരാളും ഇരുന്നിട്ട് പോലുമില്ല. അതിൻ്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ ഒരാളും കയറിയിട്ടില്ല. അതിൻ്റെ തണലിൽ ഒരാളും തണൽ കൊണ്ടിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഒരാളും സുഖമായി വസിച്ചിട്ടില്ല. ഇതുവരെ ഓട്ടയാക്കപ്പെടാത്ത ഒരു ഒറ്റമുത്താണത്, ഒരു ഡയമണ്ടാണ്. അത് ഓട്ടയാക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇതുവരെ കയറപ്പെടാത്ത അത്യുത്തമമായ കുതിരയാണത്. ഒരാളും അതിൻ്റെ പുറത്തു കൂടെ പോവുക എന്നല്ലാതെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. രണ്ട് മഹാനവറുകൾ പറയാറുള്ള കായിൽ, കവിയുടെ വാക്ക് എത്ര മഹത്തമാണ്. അബുദാഹു ഫിൽ അബ്വാബി മിൻ അസ്റാരി. ഇൽമിൻ്റെ കൂറ്റന്മാരെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അതിൻ്റെ ബാബുകളിൽ സൂക്ഷിച്ചു വച്ച ഇശാറത്തുകളെ കെട്ടൈക്കലിനെ തൊട്ട് അശക്തമാക്കിയിരിക്കുന്നു. ഫസൂ മിനൽ ഔറാഖി മിൻഹു ബിമാ ജനൗ മിൻഹാ വലം യസിലൂ ഇലൽ അസ്മാരി. വലിയ വലിയ മഹാന്മാരായ കൂറ്റന്മാരായ പണ്ഡിതന്മാർ അവര് പറിച്ചെടുത്തതായ ബുഖാരിയിൽ നിന്നും പറിച്ചെടുത്തതായ ഇലകളെ കൊണ്ട് അവർ തൃപ്തിപ്പെട്ടു വിജയിച്ചവരായി. അവർക്കാർക്കും അതിൻ്റെ പഴം പറിക്കാൻ കഴിഞ്ഞിട്ടില്ല. മസാദ ബിക്റൻ ലം യുഫല്ല ഖിതാമുഹു വഉറാഹു മാ ഹല്ലത് അനിൽ അസ്റാരി. അതിൻ്റെ ബക്കാറത്ത് നീക്കപ്പെടാത്ത ബിക്റാണ് ഇന്നും ബുഖാരി. അതിൻ്റെ അരയുടുപ്പിനെ ഇതുവരെ ഒരാൾക്കും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വിശദമായി 4-5 ബൈത്തും കൂടിയുണ്ട്, നോക്കണം അത്. അപ്പോഴാണ് ബുഖാരിയെ സംബന്ധിച്ച് എന്താണ് മഹാന്മാർ വിലയിരുത്തിപ്പോന്നത് എന്ന് മനസ്സിലാകുള്ളൂ. അങ്ങനെ അതിൽ അവർ പറയുന്നുണ്ട്, ഞാൻ ഈ കിതാബിനെ മറ്റ് പല കിതാബുകളിലായി കോർത്തിണക്കിയതാണ്, എൻ്റേതായി വളരെ കുറച്ചേ ഉള്ളൂ എന്ന് ഇമാം സുയൂത്തി ഇമാം പഠിപ്പിച്ചു കൊടുത്ത മുസന്നിഫിൻ്റെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഇർഷാദുസ്സാരി എന്ന് പറയുന്ന ആ മഹത്തായ കിതാബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് അതുകൊണ്ട് ഉപകാരം ചെയ്യുമാറാവട്ടെ. സഹീഹുൽ ബുഖാരിയുടെ ശറഹുകളിൽ നിന്ന്, ലോകപ്രസിദ്ധമായ ശറഹുകളിൽ നിന്ന് 4-മത്തേത് ബഹുമാനപ്പെട്ട ഇമാം കിർമാനി റളിയല്ലാഹു അൻഹു അവരുടെ അൽ ഖവാക്കിബു ദറാരി എന്ന് പറയുന്ന കിതാബാണ്. ഇമാം കിർമാനി ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ യൂസുഫ് ബിൻ അലി ബിൻ സഈദ് അൽ കിർമാനി, ഇന്നത്തെ ഇറാനിലുള്ള കിർമാൻ എന്ന് പറയുന്ന നാട്, അതിലേക്കാണ് കിർമാനി എന്ന് നിസ്ബയ്യുന്നത്. അവരുടെ പേര് മുഹമ്മദ് എന്നാണ്. അവരുടെ സ്ഥാനപ്പേര് ശംസുദ്ദീൻ. അവർ ഹദീസിലും തഫ്സീറിലും ഫിഖ്ഹിലും മആനിയിലും അറബിയയിലും എല്ലാ വിഷയത്തിലും ഇമാമാണ്. അവർ ജനിക്കുന്നത് 717 ഹിജ്റ 717 ഒരു വ്യാഴാഴ്ച പകലാണ്. അവരുടെ വഫാത്ത് നടക്കുന്നത്
786. അതും ഒരു വ്യാഴാഴ്ച തന്നെയാണ്. അവർ സ്വന്തമായി കുഴിച്ചു വച്ചിരുന്ന ഒരു ഖബറുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ശിറാസി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, ബഗ്ദാദിലെ പണ്ഡിതൻ അബൂ ഇസ്ഹാഖ് ശിറാസി, ആ അബൂ ഇസ്ഹാഖ് ശിറാസിയുടെ തൊട്ടടുത്ത് ഒരു ഖബർ കുഴിച്ചു വച്ചിരുന്നു അവർ ആദ്യമായി. അവർ തന്നെ വഫാത്തിൻ്റെ മുമ്പ് തന്നെ സ്വയം നിർമ്മിച്ച ഖബർ. ആ ഖബറിലാണ് മഹാനായ കിർമാനി റളിയല്ലാഹു അൻഹു അവിടെ ഖബറക്കിയിട്ടുള്ളത്. ബഗ്ദാദിൽ സിയാറത്ത് ചെയ്യപ്പെടുന്ന വലിയ മഹത്തായ ഖബറാണത്. ബഹുമാനപ്പെട്ട ഇമാം കിർമാനി അവര് കിർമാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് മാറി. അവസാനത്തെ 30 വർഷം ബഗ്ദാദിലായിരുന്നു. ആദ്യകാലം പിതാവിൻ്റെ അടുത്തു നിന്നും, പിന്നീട് ബഹുമാനപ്പെട്ട മഹാന്മാരായ പല ഇമാമിങ്ങളുടെ അടുക്കൽ നിന്നും കിതാബ് ഓതിയിട്ടുണ്ട്. നാസിറുദ്ദീനുൽ ഫാറൂഖിയുടെ വക്കൽ നിന്നാണ് ബുഖാരി ആദ്യമായി ഓതിയത്. മവാഖിഫ് ഉണ്ടാക്കിയതായ ബഹുമാനപ്പെട്ട അൽദുദ്ദീൻ യഹ്യ എന്ന് പറയുന്ന മഹാൻ അവരുടെ കൂടെ 13 വർഷം പഠിച്ചിട്ടുണ്ട്. ആ 13 വർഷത്തിൻ്റെ ശേഷമാണ് മഹാനവർകൾ പിന്നീട് ഹദീസ് പഠനത്തിനും മറ്റു പഠനങ്ങൾക്കും വേണ്ടി ഉലകം ചുറ്റിയത്. പല പ്രാവശ്യം ഹജ്ജിനും പോയിട്ടുണ്ട്. അവസാനം ബഗ്ദാദിലായിരുന്നു താമസം. ഒരു ഹജ്ജ് കഴിഞ്ഞ് ബഗ്ദാദിലേക്ക് എത്തുന്നതിൻ്റെ അല്പം മുമ്പാണ് മഹാനവർകൾ മരിച്ചത്, വഫാത്തായത്. അവിടെ നിന്ന് ബഗ്ദാദിലേക്ക് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ശിറാസി ഇമാമിൻ്റെ അടുക്കൽ കബറടക്കി. മഹാനവർകൾ പറയാട്, ബുഖാരിക്ക് ഞാൻ ശറഹ് എഴുതി. ആ ശറഹിന് എന്ത് പേരിടണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു രാത്രിയിൽ ഞാൻ കഅബയുടെ മത്താഫിൽ നിന്ന് തവാഫ് ചെയ്തു. ആ തവാഫ് ചെയ്തു പൂർത്തിയായി. തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ ഇട്ടു തന്നു. ഫഅൽഹമനി മുൽഹിമുൻ, ഒരു തോന്നിപ്പിച്ച് തരുന്ന ഒരാൾ എനിക്ക് ഇൽഹാമാക്കി തന്നു. ബിഅന്നഹു ഹുവ അൽ കവാകിബുദ്ദറാരി, അത് അൽ കവാകിബുദ്ദറാരി ഫി ശറഹി സഹീഹ് ബുഖാരി എന്നാണ് അതിൻ്റെ പേരിടേണ്ടത് എന്ന് എനിക്കാരോ പറഞ്ഞു തരുന്നത് പോലെ അങ്ങനെയാണ് ആ കിതാബിന് ആ പേര് ഞാൻ ഇട്ടത്. ആ കിതാബ് ഇബ്നു ഹജർ അസ്കലാനിയുടെയും ബദ്റുദ്ദീനുൽ ഐനിയുടെയും കുറേ മുമ്പുള്ള കിതാബാണ്. 100ഓളം വർഷം മുമ്പുള്ള കിതാബാണത്. അവർ രണ്ടാളും ആ കിതാബിനെ കൂടുതലായി അവലംബിച്ചിരുന്നു. അതിൻ്റെ ശേഷമുള്ള എല്ലാ ശുറാഹും ബുഖാരി വിശകലനം ചെയ്യുന്നവർ എല്ലാവരും ആ കിതാബിനെ ധാരാളമായി വിശകലനം ചെയ്യലുണ്ടായിരുന്നു. കിർമാനി പറയുന്നുണ്ട്, ഞാൻ ബുഖാരിക്ക് അനുയോജ്യമായ ശറഹുകൾ പലതും ഞാൻ പരതി നോക്കി. കസലാനി പറഞ്ഞതുമാതിരി തന്നെ ഒരു ശറഹ് പോലും പൂർണ്ണമായി ബുഖാരിയുടെ ഉദ്ദേശം ആ ബാബിൽ ആയത്ത് പറയും, അല്ലെങ്കിൽ മുഅല്ലഖായ ഹദീസുകളെ പറയും, പിന്നെ മുസ്നദായ ഹദീസുകളെ പറയും. ഇതാണല്ലോ ബുഖാരിൻ്റെ ശൈലി. ഈ ഒരു ശൈലിയിൽ ബാബുമായി ഈ ഇമാം ബുഖാരിയുടെ ഉദ്ദേശം ഇവിടെ എന്ത് എന്ന് വിശദീകരിക്കുന്ന ശറഹുകൾ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഖത്താബിയുടെ ശറഹുണ്ട്, ഷാഫി മദ്ഹബിന്റെ ഖത്താബിൻ്റെ ശറഹുണ്ട്, അതുപോലെ തന്നെ ഇബ്നു ബത്താൽ മാലിക്കിൻ്റെ ശറഹുണ്ട്,
മഗ്ലത്തായിയുടെ അനഫിയായ മഗ്ലത്തായിയുടെ ശറഹുണ്ട്. ഈ ശറഹ് എല്ലാം ഉണ്ടെങ്കിലും ഓരോരുത്തരും അവരവരുടെ ആശയത്തിനും മദ്ഹബിനും അത് തെളിവൂടിക്കുന്നു എന്നല്ലാതെ ഫിഖ്ഹിൽ മഹാന്മാർ അവർ മസല പറഞ്ഞിട്ട് തെളിവ് പറയുന്ന മാതിരി ഈ ഹദീസ് ഞങ്ങളെ ഇന്ന മസലക്ക് തെളിവാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ഇന്ന മസലയുമായി വെക്കാത്തതിന് ഇന്ന മറുപടിയാണ് എന്ന് പറഞ്ഞു പോകുക എന്നല്ലാതെ ബുഖാരി അർഹിക്കുന്ന നിലക്കുള്ളൊരു വിശകലനം ചെയ്തൊരു കിതാബ് ഞാൻ കണ്ടെത്തിച്ചില്ല. പക്ഷേ ഈ പറഞ്ഞ 3 കിതാബുകൾ ഖത്താബി സാഫിയായ ഖത്താബിയുടെ ശറഹും ഇബ്നു ബത്താൽ മാലിക്കിയുടെയും മഗ്ലത്തായിൽ അനഫിയുടെയും ശറഹുകൾ ഞാൻ അവലംബിച്ചിട്ടുണ്ട്. അതെല്ലാം ആശയം വിശദീകരിക്കാൻ, ഹദീസിൻ്റെ ആശയം വിശദീകരിക്കാൻ എന്നല്ലാതെ ബുഖാരിയുടെ ഉദ്ദേശം ഈ ബാബിൽ ഇത് ഇങ്ങനെ പറഞ്ഞത് എന്തിന് എന്ന് പറയുന്ന ശറഹുകൾ വളരെ കുറവാണ്. അതിനൊരു ചെറിയ ഒരു പരിഹാര മാർഗമായിട്ടാണ് ഞാൻ ഈ ശറഹിനെ എഴുതിയിട്ടുള്ളത്. ഞാൻ ഈ ശറഹ് പൂർത്തിയാക്കുമ്പോൾ കഅബയുടെ മുന്നിൽ മുൽത്തസമിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ഇത് സ്വീകരിക്കാൻ കഅബയെ തവസ്സുലാക്കിയും കൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകമായി പൂർത്തിയാക്കിയത്. അല്ലാഹു ഇത് സ്വീകരിക്കണം ഈ കഅബൻ്റെ ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഞാൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ കിതാബ് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുക്കലിലേക്കുള്ള ഒരു വസീലയാവണം എന്നുദ്ദേശം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് മഹാനവറുകൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ബുഖാരിക്ക് ശറഹ് എഴുതിയ മശൂറായ ശറഹുകളിൽപ്പെട്ടൊരു ശറഹാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ശറഹ്. ബുഖാരിക്ക് ശറഹ് ഉണ്ട്, മുസ്ലിമിനുള്ള ശറഹ് മുസ്ലിമിൻ്റെ ഇമാം ബുഖാരിയുടെ ശറഹ് മുസ്ലിം എന്ന പേര് പറഞ്ഞാൽ തന്നെ നബി ഇമാമിൻ്റെ ശറഹ്, വേറെ ആര് ശറഹ് എഴുതിയിട്ടോ ശറഹായിട്ടില്ല. എന്നതുപോലെ ബുഖാരിക്ക് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിബൃഹത്തായ ഒരു ശറഹ് എഴുതാൻ വേണ്ടി ഒരുങ്ങി. മഹാനവറുകൾ പറയുന്നുണ്ട് ആ ശറഹിൻ്റെ തുടക്കത്തിൽ, ഇന്നത്തെ കാലത്ത് ജനങ്ങൾ വലൗലാ ളുഅഫുൽ ഹിമമി വഖില്ലത്തുർ റാഗിബീന ഫിൽ മബ്സൂതി ലബലഗത് മാ യസീദു അലാ മിഅത്തിൻ മിനൽ മുജല്ലദാത്ത് മജ്തിനാ ബിത്തക്രീരി വസിയാദാത്തിൽ ആതിലാത്ത് ബൽ ലികത്രതി ഫവായിദിഹി വഇളമി ഫവായിദിഹി അൽ ഖഫിയാത്ത് വൽ ബാരിസാത്ത് ലാകിന്നി അക്തസിറു അല തവസ്സുതി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ബുഖാരിയുടെ ശറഹിൻ്റെ തുടക്കത്തിൽ പറയാണ്, ജനങ്ങൾക്കുള്ള ഹിമ്മത്തിൻ്റെ ബലഹീനതയും വിശകലനം ചെയ്യലിന് ആഗ്രഹിക്കുന്നവരുടെ കുറവും ഇല്ലെങ്കിൽ ഞാൻ എഴുതുന്ന ബുഖാരിയുടെ ശറഹ് 100-ൽ കൂടുതൽ ജുസ്ഉൽ വാള്യങ്ങൾ ഉണ്ടാകും. ആ 100 തയ്ക്കുന്നത് എങ്ങനെ? ആവർത്തനം കൊണ്ടല്ല, കുറേ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് പോയി കൊണ്ടല്ല. പിന്നെന്താ? ബുഖാരി അതിന് മാത്രമുണ്ട്, അതിന് മാത്രം ഫവായിദ് ബുഖാരിയിലുണ്ട്. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ, മുത്തുമണികൾ ധാരാളമുള്ളത് കൊണ്ട് അത് ഓരോന്ന് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ശറഹ് 100 വാള്യമാകും. പക്ഷേ ഞാൻ അത്രയും വിശകലനം ചെയ്യുന്നില്ല, ഒരു മിതമായ നിരക്കേ വിശദീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശറഹ് ഇമാം നവവി തുടങ്ങുന്നത്. പക്ഷേ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ 58 ഹദീസ് കിതാബുൽ ഈമാനോട് കൂടെ, കിതാബുൽ ഈമാനോട് കൂടെ നബി ഇമാമിൻ്റെ അശറോട് അവസാനിക്കുകയാണ്. അതോടുകൂടി ഇമാം നബി മരിക്കുകയാണ്. 45-ാമത്തെ വയസ്സിൽ വഫാത്തായ മഹാനല്ലേ. ലോകത്തെ
ചിന്തിക്കുന്നവർക്ക് എങ്ങനെ ഇത്രയും ചെറുപ്പത്തിൽ 45 വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കാൻ തുടങ്ങുന്ന പ്രായമാണ്, കുട്ടിക്കളി വിടുന്ന പ്രായമാണ്. ആ പ്രായമായപ്പോഴേക്കിനും ലോകത്ത് എല്ലാ വിഷയത്തിലും എല്ലാ മദ്ഹബുകാരും അവലംബിക്കുന്ന അതിമഹത്തായ വലിയ കിതാബുകൾ ഉണ്ടാക്കിയ മഹാൻ നബി ഇമാമിൻ്റെ കറാമത്ത് നമ്മൾ വിശദമായി പറയേണ്ടതില്ല. ആ നബി ഇമാമിൻ്റെ ബുഖാരിയുടെ ശറഹും അതിൻ്റെ മുഖദ്ദിമയും വളരെ പ്രസക്തമാണ്. ഏതൊരാളും നബി ഇമാമിൻ്റെ മുഖദ്ദിമ, ബുഖാരിയുടെ ശറഹിൻ്റെ മുഖദ്ദിമ, അതോടുകൂടെ തന്നെ എഴുതി വെച്ചത് വരേക്കുമുള്ള 58 ഹദീസിൻ്റെയും അതിനിടയ്ക്കുള്ള ബാബുകളുടെയും വിശദീകരണം, അത് പറയാതെ ഒരാളും മുന്നോട്ട് പോകില്ല. അത്രയും പ്രസക്തമായ ഒരു ശറഹ് അവിടെ ഉണ്ട്. അതാണ് ലോകത്ത് ബുഖാരിയുടെ ശറഹുകളിൽ വെച്ച് അറിയപ്പെട്ടതിൽപ്പെട്ട അഞ്ചെണ്ണം. അഞ്ചാമത്തെ എന്നല്ല, 5 എണ്ണം, 5ഉം വലുത് തന്നെയാണ്. അള്ളാഹു അവരുടെ ബർക്കത്ത് നമ്മുടെ മേൽ ചൊരിച്ചു തരുമാറാവട്ടെ.